റീസെന്റ് ഞാൻ കണ്ട ഒരു കിടിലം സൈഫൈ ത്രില്ലർ മൂവിയാണ് കമ്പാനിയൻ. ഈ ഒരു മൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലായി പോകും. സ്പോയിൽ എന്നല്ല, ഈ ഒരു മൂവി ഒരു പോയിന്റ് കഴിയുമ്പോൾ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഈ ഒരു മൂവി ഒരു ഹൈ ഫാക്ടർ എന്നൊരു മൂവ്മെന്റ് ഉണ്ട്. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനത്തെ രീതിയിലാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഹൈ ഫാക്ടർ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ സ്റ്റോറി വേണമെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു വൺ ലൈനിൽ പറഞ്ഞു തരാം. ഒരു കപ്പിള് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് റീയൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേക്ക് സൈഡുള്ള ഒരു വീട്ടിലോട്ട് പോവാണ്. ചുറ്റും വേറെ വീടൊന്നുമില്ല, ആകെ ഉള്ള ഒരു വീട് ഇത് മാത്രമാണ്. സോ അങ്ങനത്തെ ഒരു വീട്ടിൽ പോയതിനു ശേഷം അവർ ഫേസ് ചെയ്ത കുറെ ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ ആണ് മൂവി. പക്ഷെ ഞാൻ ആ നേരത്തെ പറഞ്ഞ ഒരു ഹൈ ഫാക്ടർ ഉണ്ടല്ലോ, അത് ഈ ഒരു മൂവിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ കുറെ മൂവീസും അല്ലെങ്കിൽ ഇതുപോലത്തെ ടെംപ്ലേറ്റ് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് പല ഏരിയാസിലും. ആ ഒരു കോൺസെപ്റ്റ് നല്ല അടിപൊളിയായിട്ടാണ് സിനിമയിൽ വർക്ക് ആയിരിക്കുന്നത്. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളും ഓക്കെ ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമെന്ന് വരെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫാക്ടർ, ഈ ഒരു ഹൈ മൂവ്മെന്റ് എന്ന ഫാക്ടർ ഉള്ളതുകൊണ്ട് ആ ഒരു പോയിന്റ് വരെ വളരെ അടിപൊളിയായിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. ഓരോ സീക്വൻസും നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു പറയണം, എല്ലാവരും അടിപൊളിയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മളെ ബോയ്സിലും മറ്റേ മൂപ്പരുണ്ട്, പുള്ളിക്കാരനായാലും ശരി. ആൻഡ് ഈ ഒരു മൂവിൽ ഒരു ലീഡ് റോൾ ചെയ്തിരിക്കുന്ന സോഫി ടച്ചറാണ്. പുള്ളിക്കാരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു, എടുത്തു പറയണം. ആൻഡ് അതുപോലെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ സിനിമയിലുള്ളൂ. അതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ട് സ്പേസിനകത്ത് നടക്കുന്ന സ്റ്റോറിയാണ്. സോ സിനിമയുടെ ആ ഒരു പോയിന്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ ഉള്ളതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് വന്ന ഒരു കിടില മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് പോകേണ്ട ഒരു മൂവിയായിരുന്നു. പക്ഷെ ആ ഒരു ഹൈ മൂവ്മെന്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ലെവൽ തന്നെ മാറ്റിയ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.